നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ എങ്ങനെ ഇവിടെ വന്നേ? ഒന്നുമില്ലടാ, നിനക്കൊന്നും പറ്റിയിട്ടില്ല. ഇങ്ങനെ നിന്നെ കാണുമ്പോ അമ്മയ്ക്ക് എന്ത് സന്തോഷാണെന്നറിയോ? മുത്തശ്ശി, അച്ഛാ, നിങ്ങളെയൊക്കെ കാണുമ്പോ കണ്ടിട്ട് ഒരുപാട് നാളായ പോലെ തോന്നുക. എന്റെ ഓർമ്മയ്ക്ക് എന്താ പറ്റിയേ? എനിക്കൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. ഒന്നുമില്ല മോനെ, നിന്റെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നിനക്കൊന്നും പറ്റിയിട്ടില്ല. ശരീരത്തിന് പനി വരും പോലെ നിന്റെ മനസ്സിനൊരു പനി വന്നു കരുതിയാ മതി. എല്ലാം മാറിയല്ലോ. അമ്മേ മഹാമായേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. അച്ഛനെങ്കിലും പറയും, എനിക്ക് എന്താ അസുഖം? ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ചോ? ഇല്ല സിദ്ധു, നീ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത് നിന്റെ ഈ അച്ഛനെ തന്നെയാ. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ഇമോഷണലായി അവരെ ബുദ്ധിമുട്ടിക്കണ്ട. കുറച്ച് സമയവും സാവകാശമൊക്കെ കൊടുത്താൽ മതി. എല്ലാ ഓർമ്മകളും സിദ്ധാർത്ഥന് തിരിച്ചു കിട്ടും. തലവേദനയോ മറ്റെന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ കുട്ടിനെ ഫ്രീ ആയിട്ട് വിട്ടാൽ മതി. ഉറങ്ങട്ടെ സ്വസ്ഥമായിട്ട്. കുറച്ച് ഉറങ്ങുമ്പോ തന്നെ പകുതി അസുഖം മാറി കിട്ടും. എങ്ങനെയാ സ്വാമിയച്ഛനോട് നന്ദി പറയാ? എന്റെ മോനെ ഇനി ഇങ്ങനെ കാണാൻ പറ്റുമെന്ന്? ഇതിനൊക്കെ ജീവിതാവസാനം വരെ അങ്ങയോട് കടപ്പെട്ടിരിക്കുക. നിങ്ങൾ നന്ദി പറയേണ്ട എന്നോടല്ല, ആ പെൺകുട്ടിയോടാ. എന്താ കുട്ടൻ ഓർമ്മയുണ്ടോ? ആ മാലാഖെ, കുട്ടന്റെ പ്രിയപ്പെട്ട ഏഞ്ചലിനെ. കുട്ടന്റെ അസുഖം മാറാനുള്ള പ്രധാന കാരണം മനോരഞ്ജിതമെന്ന അപൂർവ പുഷ്പവും ആ സിദ്ധൌഷധവുമാണ്. ഉൾക്കാട്ടിൽ സർപ്പങ്ങൾ കാവൽ നിൽക്കുന്ന, വർഷത്തിലൊരിക്കൽ പൗർണമി നാളിൽ മാത്രം പൂക്കുന്ന ആ പൂ തേടിപ്പിടിച്ച് എനിക്ക് എത്തിച്ചു തന്നത് അവളാ. നേരിട്ട് തന്നെ അവളോട് നന്ദി പറഞ്ഞോളൂ, ഞാൻ വിളിച്ചുതരാം. ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അങ്ങനെ പതിവുള്ളതല്ല. സാരമില്ല, ആരെ സഹായിച്ചാലും ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ച് ചെയ്യുന്ന ആളല്ല. എന്താ, കുട്ടന് ഏഞ്ചലിനെ കാണണമെന്നില്ലേ? രണ്ടുപേരും വലിയ കൂട്ടായിരുന്നല്ലോ. ഏഞ്ചലോ? സോറി, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. സാരമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞു വരും. അത്രയ്ക്ക് ശക്തിയുള്ള മരുന്നാ ഉള്ളിച്ചെന്നിരിക്കുന്നത്. ഇറ്റ് ടേക്ക് ഇറ്റ്സ് ഓൺ ടൈം. മരുന്നുകൾ മുടക്കരുത്. പിന്നെ അറിയാലോ, ഇടയ്ക്ക് വെച്ച് എന്തോ മരുന്ന് മാറിക്കഴിച്ച കഥ, അതൊന്നും ഇനി ആവർത്തിക്കരുത്. ഇല്ല സ്വാമിയച്ഛ, എല്ലാം ശ്രദ്ധിച്ചോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് സിറ്റിയിലേക്ക് തിരിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.